ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് HST എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അടുത്ത മാസം 7-ാം തീയതിയാണ് എക്സാം. അപ്പോൾ അതിലേക്കായിട്ട് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൺഫർമേഷൻ കൊടുത്തവരൊക്കെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ JLTക്ക് തന്നെ കാലക്രമാനുസാർ കവികളുടെ അല്ലെങ്കിൽ രചയിതാക്കളുടെ രചനകൾ തന്നിട്ട് ഓർഡറിലാക്കാൻ ആ ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല JLT പോലുള്ള എക്സാമിനൊക്കെ. അപ്പോൾ ഇപ്രാവശ്യത്തെ HSTക്ക് അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. സിലബസിനെ കുറിച്ചുള്ളൊരു ധാരണ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ആ സിലബസിനെ കുറിച്ച് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിൽ 20 മാർക്ക് കറണ്ട് അഫെയർസ്, GK, റിനൈസൻസ്, ബാക്കി 80 മാർക്ക് ഹിന്ദിക്കാണ്. അപ്പോൾ ഇതിൽ പെഡഗോഗി അതുപോലെ തന്നെ സൈക്കോളജി സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെ 20 മാർക്കിൽ പ്രതീക്ഷിക്കാം. അതുപോലെ കേരള ലിറ്ററേച്ചർ, ആദ്യകാല രീതി, ഭക്തി, ആധുനികാല്, അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. മാത്രമല്ല സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ലേഖകർ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. അവർ പറഞ്ഞ ഉക്തികളുണ്ടാവും, കോട്ട്സ്, അത് മനസ്സിലാക്കുക. അതുപോലെ അവരുടെ ജനിച്ചത് മുതൽ അവരുടെ രചനകൾ, ജ്ഞാൻപീഠ്, അതുപോലെ മറ്റ് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യുക. പ്രത്യേകിച്ചും അവരുടെ ദോഹകളുടെ ലൈൻസൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ നമുക്ക് JLT HST സിലബസിലൊക്കെ ഘനാനന്ദ്, അതുപോലെ തന്നെ തുളസി, സൂറ്, കബീർ, അവരെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വരികൾ തന്നിട്ട് ഇന്ന ദോഹ തന്നിട്ട് ആരുടെയും ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സിലബസിൽ, ചിലപ്പോൾ അല്ല മിക്കപ്പോഴും നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്ത ആളുകളുടെയാണ് അധികവും ചോദിക്കാറുള്ളത്. പിന്നെ മെയിനായിട്ട് ഇതുവരെ നടന്ന HST എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക. ജസ്റ്റ് എന്നല്ല, നല്ല രീതിയിൽ തന്നെ നോക്കുക. 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 2015 ഒരു എക്സാം നടന്നിട്ടുണ്ട്. അതുപോലെ 2017, 2015, 2017, അതുപോലെ 2022, ഇപ്പോൾ ലാസ്റ്റ് നടന്നത് 2024. 15-17 ക്വസ്റ്റ്യൻ പേപ്പറുകളെ അപേക്ഷിച്ച് 22 ക്വസ്റ്റ്യൻ പേപ്പറിലെ അപേക്ഷിച്ചിട്ട് 2024 ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നോക്കി പോവുക. ജസ്റ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് തന്നെ വെക്കുക. അതുപോലെ ചില ഏരിയകളിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻസ് വരുമെന്ന് കമ്പൽസറിയാണ് അല്ലേ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ സെയിം തന്നെ വരും. ചിലപ്പോൾ ദോഹകളുടെ കാര്യം, അതുപോലെ ചന്ത്, അലങ്കാരമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ. അതുപോലെ രാജഭാഷ, ലിപി, ആ ഏരിയയിൽ നിന്നൊക്കെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ PSC എക്സാമാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, നമുക്കറിയാവുന്നത് മാത്രം മെയിനായിട്ട് അറ്റൻഡ് ചെയ്യുക. കറക്കി കുത്തി എഴുതാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. പഠനത്തെ കാണണം. അത്രയും സീരിയസ് ആയിട്ട് വേണം അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും. മാത്രവുമല്ല നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. एग्जाम्पल आटो आदिकाल में गडी बोली को काव्य की भाषा बनाने वाले कवि कौन थे ആണ്. ഓപ്ഷൻ എ ചന്ദബർദായി, ഓപ്ഷൻ ബി ശ്രീധർ, ഓപ്ഷൻ സി ജഗനിക്, ഓപ്ഷൻ ഡി അമീർ ഖുസ്രോ.
അപ്പോൾ ആൻസർ അമീർ ഖുസ്രോ ആണ്. അപ്പോൾ നമ്മൾ അമീർ ഖുസ്രോൻ്റെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. അമീർ ഖുസ്രോൻ്റെ രചനകൾ മാത്രമല്ല ചന്ദ് ബർദായി, ജഗനിക്, ശ്രീധർ, അതർ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇനി ഇതുപോലെ ജയശങ്കർ പ്രസാദിക്ക് അന്തിം രചന കോൺസി ഹെ എന്നുള്ളതാണ്. അപ്പോൾ പ്രേം പതിക്, ആൻസു, ലഹർ, കാമായനി, നമുക്കറിയാം കാമായനിയാണ്. അപ്പോൾ മറ്റ് രചനകളും അതിൻ്റെ വർഷം, അതിൻ്റെ പ്രത്യേകത, അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസിൻ്റെയും മറ്റു ഓപ്ഷൻസും കൂടി നോക്കി പോവുകയാണെങ്കിൽ, ആൻസറും മറ്റു ഓപ്ഷൻസും കൂടി നോക്കി പോവുകയാണെങ്കിൽ എന്തായാലും നമുക്കൊരു സിലബസ് കവർ ചെയ്തൊരു ഫീല് കിട്ടും. ഞാൻ പല എക്സാമിൻ്റെ ടിപ്സിൻ്റെ വീഡിയോസിലൊക്കെ പറയുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് റിവൈസ് ചെയ്യുക. 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. കവികൾ പ്രത്യേകിച്ച് ഇപ്പോൾ കവികളുടെ ജന്മമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജനിച്ച സ്ഥലം, മരിച്ച വർഷം, ഗ്യാൻപീഠ് പുരസ്കാരം, അങ്ങനെ പല രീതിയിലും പല ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. HST എക്സാമാണ്. ചിലപ്പോൾ ഇനി ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത എക്സാം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഒഴിവിനനുസരിച്ച് മറ്റ് പല വേക്കൻസിക്കൊക്കെ അനുസരിച്ചാണ് ഇനി ഒരു എക്സാമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണക്കിലെടുത്ത് ചിലവർക്കൊക്കെ ഇതൊരു ലാസ്റ്റ് ചാൻസ് ആവാം. ഏജ് ഓവറായ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. മാത്രമല്ല ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് അതും ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം നടന്ന HHSTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് നോക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ വരാം. അതുപോലെ കേട്ടറ്റ്, സെറ്റ്, JLT, ഇപ്പോൾ കഴിഞ്ഞ JLTയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഏകദേശം സിലബസ് ഒരു ഫുൾ എന്ത് ചെയ്യുക, ഏകദേശം അല്ല, സിലബസ് ഫുൾ കവർ ചെയ്യുക. അതുപോലെ കേരള ലിറ്ററേച്ചർ, കേരളമേം ഹിന്ദി സാഹിത്യ ഇതിഹാസം എന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ്, കുറഞ്ഞതൊരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രതീക്ഷിക്കാം. അതുപോലെ ഗ്രാമർ പാർട്ടിൽ നിന്ന് സംഖ്യ, സർവനാം ഒക്കെ ചോദിക്കുന്നുണ്ട്. കാല് ഇമ്പോർട്ടൻ്റ് ആണ്, കാരക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പാരിഭാഷിക് ശബ്ദാവലി, 2-3 പാരിഭാഷിക് ശബ്ദാവലി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സമകാലീൻ സമകാലീൻ രചയിതാക്കളുടെ കഹാനി, ഉപന്യാസ്, ആത്മകഥ, സംസ്മരൺ, യാത്രാവൃത്ത്, കവിത, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ഹിന്ദി ഭാഷ और उसका വികാസ്, ലിപി, അലങ്കാർ, ചന്ത്, കേരള ലിറ്ററേച്ചർ, ഗ്രാമർ പാർട്ട്, ഇതുപോലെയുള്ള ഒരുപാട് ഏരിയകൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നൊക്കെ നോക്കുക. അപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടും. അതുപോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ ടൈം ആകുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു ID പ്രൂഫ് വെക്കുക. തെളിയുന്ന 2 പേനകൾ വെക്കുക. ഇതൊക്കെ മറക്കരുത്. രാവിലെ ആയിരിക്കും മിക്കവാറും. ഇപ്പോൾ നമുക്ക് നിലവിൽ 7:15 7 മണി ആ സമയത്താണ് എക്സാം പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 7-നാണ് എക്സാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹിന്ദി, മെയിനായിട്ട് ഹിന്ദി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഹിന്ദിക്ക് തന്നെ നല്ല സ്കോർ കിട്ടും, നല്ല മാർക്ക് നേടാൻ കഴിയും. അതുപോലെ GK, കറണ്ട് അഫെയർസ്, കേരള റിനൈൻസൻസ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത്. ചിലപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുപോലെ ഓരോരോ കലാപങ്ങൾ നടന്ന ഇയർ റീഅറേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഏരിയകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങളും നോക്കുക. എവിടെയെങ്കിലും ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വയ്ക്കുക. സിലബസ് ഫുൾ കവർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുക.
ഇപ്പോൾ റീസെൻ്റായിട്ട് PSC നടത്തിയ ഹിന്ദിയുടെ എക്സാമും അതുപോലെ തന്നെ ജനറൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയ കറണ്ട് അഫെയർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരള റിനൈസൻസ് പോലുള്ള ടോപ്പിക്കൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. HSC എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ധന്യവാദ്.